തൻ്റെ അപ്പനും അമ്മയും തൻ്റെ സഹോദരനെല്ലാം തന്നെ മാറ്റി നിർത്തിയ ഒരു ദൈവഭക്തനായിരുന്നു ദാവീദ്. അവൻ കാട്ടിനകത്ത് അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിനകത്ത് ഒരു ആഘോഷത്തിനകത്തും ഒരു സന്തോഷത്തിനകത്ത് പോലും അവൻ്റെ അപ്പൻ അവനെ വിളിച്ചിട്ടില്ല. എന്നാൽ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇശ്ശായിയുടെ ഭവനത്തിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുക. അവിടെ ചെന്ന് അവൻ്റെ മേൽ അഭിഷേകം പകരണം. ശമൂവേൽ അതിരാവിലെ തന്നെ തൈലക്കൊമ്പുമായി ഇശ്ശായിയുടെ ഭവനത്തിൽ ചെല്ലുക. അവിടെ ചെന്നു വലിയ ഉത്സവത്തിൻ്റെ വേദികളെല്ലാം ഒരുങ്ങി, ഭയങ്കരമായ ആഘോഷങ്ങളെല്ലാം ഒരുങ്ങി. എന്നാൽ ദാവീദിനെ തൻ്റെ അപ്പൻ മറന്നു കളഞ്ഞു. തൻ്റെ മക്കളെല്ലാവരും നിലനിർത്തിയപ്പോഴും ആരോഗ്യമുള്ളവനെയും നല്ല ജീവിതത്തിനകത്ത് സ്നേഹിക്കുന്ന എല്ലാവരും നിലനിർത്തിയപ്പോഴും ദാവീദിനെ തൻ്റെ അപ്പൻ മറന്നു കളഞ്ഞു. എന്നാൽ നോക്കിക്കൊള്ളണം, ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന് മുമ്പിൽ ഇവരെല്ലാം നിർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, യവനാണോ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ട രാജാവ്? കർത്താവ് പറഞ്ഞു, ഇവളിൽ ആരും ഒരുവൻ രാജാവെ കണ്ടിട്ടില്ല. ഇവൻ്റെ മുഖമോ പൊക്കമോ ഞാൻ നോക്കുന്നില്ല. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, ദൈവം നോക്കുന്നത് പുറമേയുള്ളതല്ല, അകമയത്തിന് നോക്കുന്നേ. നോക്കണം, ജീവിതത്തിനകത്ത് എന്തൊക്കെ ജീവിതത്തിനകത്ത് ആഘോഷം അല്ലെങ്കിൽ ആരോഗ്യമുണ്ടായാലും സമ്പത്തുണ്ടായാലും ദൈവം നോക്കുന്നത് സമ്പത്തിനല്ല, നിൻ്റെ ആരോഗ്യത്തെയല്ല, നിൻ്റെ ബുദ്ധിമണ്ഡലത്തെയല്ല. ദൈവം നോക്കുന്നത് അകം എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ദാവീദിന്റെ ജീവിതം നോക്കുമ്പോൾ എല്ലാവരാൽ നിന്ദിക്കപ്പെട്ട ഒരു ഉത്സവത്തിൻ്റെ വേദിയിൽ പോലും അവനെ ക്ഷണിക്കാതെ മാറ്റി നിർത്തിയവനെ ദൈവം അവൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരിൽ കാങ്കെ അവൻ്റെ പിതാവ്, അവൻ്റെ സഹോദരങ്ങൾ എല്ലാവരും കാങ്കെ ദാവീദിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുവച്ച ദൈവം ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഒരു കാര്യം എന്നെ കേട്ടുകൊണ്ട് ദിനത്തോട് വിളിച്ചു പറയാം, കാട്ടിനകത്തിരുന്ന ദാവീദ് അവൻ മിണ്ടാതിരുന്നില്ല. കാട്ടിനകത്തിരുന്ന ദാവീദ് അവൻ്റെ ജീവിത ശൈലികൾ മിണ്ടാതിരുന്നില്ല. ദൈവത്തിന് വേണ്ടി പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് മുമ്പിൽ സ്തുതിക്കുന്ന ഒരു ദൈവമക്കളായേക്കാം, ദൈവത്തിന് വേണ്ടി ആരാധിക്കുന്ന ദൈവമക്കളെ ദൈവം മറന്നു കളയത്തില്ല. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ പരിഹസിക്കപ്പെട്ടത്, എവിടെയാണോ അപമാനിക്കപ്പെട്ടത്, അവിടെ മുമ്പിൽ വെച്ച് ദൈവം നമ്മെ രാജപദവിയിലേക്ക് കൊണ്ടുവരും. എന്നെ കേട്ടുകൊണ്ടൊരു ജനത്തോട് പറയാം, നമ്മെ തള്ളിക്കളഞ്ഞത്, നമ്മെ അപമാനപ്പെട്ടത് എന്നേക്കുമായി തള്ളിക്കളഞ്ഞതല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് അടുത്ത നിലവാരത്തിലേക്ക്, അടുത്തൊരു സീസണിലേക്ക് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ, ദൈവം നമ്മെ ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം ചെയ്യുവാൻ നമ്മെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥന, കർത്താവേ, ആ ഒരു അഭിഷേകത്തിന് മുമ്പിൽ ആ ദൈവം എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ്, എൻ്റെ ജീവിതം മതി, എൻ്റെ ജീവിതം മടുത്തു എന്ന് വിചാരിക്കരുത്. എല്ലാവരും മുമ്പ് വെച്ച് ദൈവം മാനിക്കുന്ന സമയം വന്നെത്തി. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങാം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമ്മൾ കരങ്ങളൊന്ന് കോർത്തു പിടിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.